നമുക്കൊരു സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം വായിക്കണം. സങ്കീർത്തനം 55-13 വാക്യമാണ് നമുക്ക് വായിക്കേണ്ടത്. പക്ഷെ അത് ഈ മലയാളത്തിലല്ല വായിക്കേണ്ടത്, ഇംഗ്ലീഷിലുമല്ല വായിക്കേണ്ടത്, ലാറ്റിൻ ഭാഷയെ വായിക്കണം. ലാറ്റിൻ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം. 55-13 നിങ്ങൾക്കൊരു അവസരം തരികയാണ്. റീഡ് ഇറ്റ് ഇൻ ലാറ്റിൻ. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടത് മോഡേൺ ലാറ്റിൻ വേർഷനിലല്ല, പരിഭാഷയിലല്ല, ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ അന്നത്തെ സഭയുടെ ആദ്യത്തെ ഔദ്യോഗികമായ പരിഭാഷ, ലാറ്റിൻ ഭാഷയിലേക്കുള്ള പരിഭാഷ, ഔദ്യോഗികമായ സഭ അംഗീകരിച്ച ആദ്യത്തെ പരിഭാഷ, അതിനെ വിളിക്കുന്നത് വൾഗേറ്റ് എന്നത്. വൾഗേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭാഷ എന്നാണ് അർത്ഥം. സാധാരണമായത് എന്നാണ് വൾഗേറ്റ് എന്ന് പറഞ്ഞാൽ. സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ ഭാഷയിലാണത് വിവർത്തനം ചെയ്തത്. സെയിൻറ്റ് ജെറോം എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനും വലിയൊരു പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ആളാണത് വിവർത്തനം ചെയ്തത്. അദ്ദേഹം ഈ സങ്കീർത്തനം എബ്രായ ഭാഷയിൽ നിന്നും ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, ഗ്രീക്കിൽ നിന്നും ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൽ 55-13 വാക്യമാണ് വായിക്കേണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിൽ, മലയാളത്തിലും എല്ലാം 56 അധ്യായം 13 വാക്യമാണ്. ലാറ്റിനിൽ അത് 55-13 ഇപ്പം നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം 56-13. ഒറ്റ ആദ്യത്തെ വാചകം മാത്രം വായിച്ചാൽ മതി. വായിച്ചോ. മതി. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ, മതി, ബാക്കി വേണ്ട നമുക്ക്. ഒറ്റ ഫ്രേസാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പാകെ. ഈ ദൈവത്തിൻ്റെ മുമ്പാകെ എന്നത് NKJV അല്ലെങ്കിൽ KJV ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പലതും, പഴയ ട്രാൻസ്ലേഷനെല്ലാം ബിഫോർ ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ബിഫോർ ഗോഡ് ദൈവത്തിൻ്റെ മുമ്പാകെ എന്നാണ് പറയുന്നത്. അത് പോരാ, അത്ര വ്യക്തമായിട്ടില്ല ആ ട്രാൻസ്ലേഷൻ. ഈ NLTയിലേക്ക് നമ്മൾ വരുമ്പോൾ, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നത് ഇൻ യുവർ പ്രസൻസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ഇതിനോട് ചേർന്ന് പറയാമോ? ഇൻ യുവർ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ. ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. ഇനി ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അത് നമ്മൾ ലാറ്റിൻ ആക്ച്വലി എടുത്തത്, ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോറം ഡെയോ എന്ന് പറയുന്ന വാക്കാണ്. കോറം ഡെയോ ഒന്ന് ഒരുമിച്ച് പറഞ്ഞാൽ കോറം ഡെയോ. CORAM, കോറം, DEO, ഡെയോ, കോറം ഡെയോ. ഈ വാക്കാണ് ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കോറം എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ, മുഖത്തിന് മുമ്പാകെ എന്നാണ് അർത്ഥം. ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം. അപ്പോൾ ലാറ്റിനിലേക്ക് ഇദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത് ദൈവമേ, നിന്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ, നിന്റെ മുഖത്തിന് മുമ്പാകെ എന്നാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ. കുറച്ചുകൂടെ ശരിയായിട്ട് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്ത വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എന്നാണ്. ബിഫോർ ദ ഫേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളിപ്പോഴെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മുഖത്തിന് മുമ്പാകെ ആകുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മുഖം എനിക്ക് അങ്ങോട്ട് മാറ്റാം. എൻ്റെ മുഖം മാത്രം ഞാൻ അങ്ങോട്ട് മാറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മുഖത്തിന് മുമ്പാകെ ആകുന്നില്ല.
നിങ്ങൾ എൻ്റെ മുഖത്തിന് മുമ്പാകെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്തിന് മുമ്പാകെ നിൽക്കുകയും ഞാൻ നിങ്ങളെ നോക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ ദൈവം മുഖം എങ്ങോട്ട് തിരിച്ചിരിക്കുന്നോ അവിടെ പോയി നിൽക്കുന്നതാണ്. ഞാൻ നിൽക്കുന്നിടത്തോട്ട് ദൈവം എപ്പോഴും നോക്കണമെന്നില്ല. ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നിടത്തോട്ട് മുമ്പിൽ നിന്നാലും ദൈവം എൻ്റെ മുഖത്തേക്ക് നോക്കണമെന്നില്ല. പിന്നെയോ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുവോ അതിനു മുമ്പാകെ ഞാൻ നിൽക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ ദൈവം തൻ്റെ മുഖം നമ്മളിലേക്ക് തിരിക്കുന്നത് വേറൊരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ആ വിഷയം ചിന്തിക്കുന്നില്ലല്ലോ. ദൈവം തൻ്റെ മുഖം നമുക്ക് വേണ്ടി തിരിക്കുകയും നമ്മളോട് കടാക്ഷിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ അതല്ല ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ നമ്മൾ നിൽക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ മുഖം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുവോ അവിടെ പോയി നമ്മൾ നിൽക്കുക എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോറം ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുന്നതാണ്, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുന്നതാണ്. എന്താ ഈ ലാറ്റിൻ വാക്കിന് ഇത്ര വലിയ പ്രാധാന്യമുള്ളത്? മലയാളത്തിൽ ദൈവ മുമ്പാകെ എന്നുള്ളത് നമ്മൾ വായിച്ചാൽ പോരായിരുന്നു. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ലീഡേഴ്സ്, പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യം. റിഫോർമേഷൻ ലീഡേഴ്സ് അവർ ഈ വാക്കിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്തു, കോറം ഡെയോ. ഇപ്പോൾ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഈ പറയാൻ പോകുന്ന അർത്ഥവും നിർവചനമെല്ലാം. ഇവർ വാക്കിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്തു. ഇവർ ദൈവശാസ്ത്രപരമായി ഇതിനൊരു അർത്ഥം കൊടുത്തു. ആ അർത്ഥമാണ് നമുക്കിന്ന് പ്രധാനമായിട്ടുള്ളത്. അതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവർ ദൈവശാസ്ത്രമായി അവർ പറഞ്ഞു കോറം ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ, ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ എപ്പോഴും എല്ലായിടത്തുമായിരിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. കോറം ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എപ്പോഴും എല്ലായിടത്തും നിൽക്കുന്നതാണ് കോറം ഡെയോ എന്ന് പറഞ്ഞാൽ. മറ്റൊരു രീതി പറഞ്ഞാൽ അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പം എന്താ ക്രിസ്തീയ ജീവിതം എന്ന് ചോദിച്ചാൽ, എന്താ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ അതാണ് കോറം ഡെയോ. കോറം ഡെയോയുടെ പ്രത്യേകത, ജീവിതത്തിലെ ഒരു നിമിഷം പോലും, ഒരിടത്ത് പോലും, ഒരു അളവിലും ദൈവസന്നിധിയിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ചില ബിസിനസ്സുകാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ്സുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ ബിസിനസ്സാണ്. എന്നുവെച്ചാൽ ഞാൻ ചെയ്ത അത്ര ശരിയല്ല, ധാർമ്മികമായ കാര്യമല്ല ഞാൻ ചെയ്തത്, പക്ഷേ ദാറ്റ് ഈസ് മൈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഇദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ജീവിതവും രണ്ടും രണ്ടാ. ലുലു ചെല്ലുമ്പോൾ we have come here for enjoyment. ആതിരപ്പള്ളി ചെല്ലുമ്പോൾ എൻജോയ്മെന്റ്. മലമ്പുഴ ചെല്ലുമ്പോൾ എൻജോയ്മെന്റ്. ബിസിനസ് ചെല്ലുമ്പോൾ ദിസ് ഈസ് മൈ ബിസിനസ്. ജോലി ചെല്ലുമ്പോൾ ദിസ് ഈസ് മൈ വർക്ക്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ വി ആർ ഷോപ്പിംഗ്. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം പറയുന്നത് 24/7, 24 മണിക്കൂറും 7 ദിവസവും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എല്ലാ കാലത്തും
എല്ലായ്പ്പോഴും ഒരളവിലും വേർതിരിവില്ലാതെ, ഒരളവിലും മാറി നിൽക്കാതെ, ഒരളവിലും വിട്ടു നിൽക്കാതെ ദൈവസന്നിധിയിൽ അവൻ്റെ മുഖത്തിന് മുമ്പാകെ, അവൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ആത്മീയം ഭൗതികം എന്ന വേർതിരിവ് ഇല്ല. അത് ആത്മീയം, ഇത് ഭൗതികം എന്ന് പറഞ്ഞൊരു വേർതിരിവ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്കില്ല. ഏതെങ്കിലും വ്യക്തി പറയുകയാണ് അതെൻ്റെ ബിസിനസ്സാണ്, ഞായറാഴ്ച എൻ്റെ ആരാധനയാണെന്ന് പറയുന്നെങ്കിൽ അർത്ഥമെന്ന് പറയുന്നത് അവൻ വീണ്ടും ജനനം പ്രാപിച്ചൊരു വ്യക്തിയെ അല്ല. വീണ്ടും ജനനം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതൊരു കൈപൊക്കൽ പ്രക്രിയയല്ല. അത് ഏതെങ്കിലും ഒരു ഡിസിഷൻ കാർഡിനകത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഡിസിഷൻ കാർഡിനകത്ത് ഒരു ബ്ലാങ്ക് കാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ അവർ എന്തെങ്കിലും എഴുതിയെങ്കിലും ഒപ്പിടുമായിരുന്നല്ലോ എന്ന്. പക്ഷെ ഡിസിഷൻ കാർഡുകൾ കിട്ടുന്നതെല്ലാം അച്ചടിച്ചതാണ്. അതിൻ്റെ അടിവശത്ത് നമ്മൾ ഒപ്പിട്ടാൽ മതി. അതല്ല വീണ്ടും ജനനം. അതല്ല വീണ്ടും ജനനം. ഒരു ഡിസിഷൻ കാർഡിൻ്റെ അടിവശത്ത് ചുമ്മാതെന്തിനും വരയ്ക്കുന്നതല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിന് വിലയുണ്ട്. വീണ്ടും ജനനത്തിന് വില കൊടുക്കണം. വീണ്ടും ജനനം പ്രാപിച്ചവൻ ഒരിക്കലും ഒരു നിമിഷം പോലും, ഒരു സ്ഥലത്ത് പോലും, ഒരിടത്ത് പോലും, ഒരു വിഷയത്തിൽ പോലും ദൈവ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നില്ല. നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. അത് പറയാവുന്നെങ്കിൽ എന്നോട് ചേർന്ന്, നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. മറന്നു പോരുത്, നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. അതാണ് കോറം ഡെയോ. ഇനി എന്താ ദൈവ സാന്നിധ്യം? കോറൻഡോയിൽ യഥാർത്ഥത്തിൽ 3 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. തിയോളജൻസ് അവർ പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദൈവസാന്നിധ്യത്തിൽ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം. അതാണ് കോറം ഡെയോ. തീർന്നില്ല. രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ നിൽക്കുന്നതാണ് കോറം ഡെയോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ നിൽക്കുന്നതാണ് കോറം ഡെയോ. മൂന്നാമത് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുന്നതാണ് കോറം ഡെയോ. ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുന്നതാണ് കോറം ഡെയോ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാം, മറുപടി നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഉറക്കെ പറയണ്ട, മനസ്സിലൊന്ന് പറയണം ഇതിന് മറുപടി. നിങ്ങൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? ഉറക്കെ പറയണ്ട, നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞേരെ. എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? എന്തിനാണ് ഇന്ന് ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? നിങ്ങളോടെ തന്നെ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടത് സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾക്ക് പ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. Am I right? ഞാൻ രക്ഷിക്കപ്പെട്ടത് സ്വർഗത്തിൽ സ്വർണ്ണത്തെരുവീതികളുണ്ട്. ഇവിടെ ആഭരണം ഉപയോഗിക്കുവാൻ പാസ്റ്റ് സമ്മതിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? സ്വർണത്തിൻ്റെ മുകളിലൂടെ നടക്കാം. സ്വർണത്തുള്ള ആഗ്രഹമൊന്നും മാറിയിട്ടൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ നടക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കെന്തോ നേടാൻ വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കെന്തോ നേടാൻ വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവരാജ്യം കൈവശമാക്കാനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കെന്തോ നേടാൻ വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നത് ദൈവം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ ജീവിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ശ്വാസം വിടുന്നത് പോലും ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. ഒന്നും എൻ്റെ പുകഴ്ചയ്ക്കായിട്ടല്ല, ഒന്നും എനിക്ക് നേടുവാനായിട്ടല്ല, ഒന്നും എനിക്ക് പ്രാപിക്കുവാനായിട്ടല്ല. എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ യോജിക്കുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്നതാണ്
കോരണ്ടേ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം. എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്നും, ബേർശേബയിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ താമസിക്കുന്ന പദൻ അരാമിലേക്ക് പോവുകയാണ്. നിങ്ങളിനിയും വളരെ ഗൗരവമായിട്ട് എൻ്റെ കൂടെ വരണം. നിങ്ങളിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മറന്നേച്ച്, തൽക്കാലത്തേക്ക് ഈ അന്തരീക്ഷം മറന്നേച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ യാക്കോബിനോട് കൂടെ നിങ്ങളൊന്ന് വരണം. പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ഈ സംഭവം അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. ശ്രദ്ധയോടിരിക്കുകയും എൻ്റെ കൂടെ ഒന്ന് വരികയും ചെയ്യാം. തൻ്റെ ഭവനത്തിൽ തൻ കൂടാരവാസിയായി താമസിച്ചിരുന്ന ഒരാളാണ് യാക്കോബ്. കൂടാരവാസി എന്ന് പറഞ്ഞാൽ വീടിന് വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. യാക്കോബ് കൂടാരവാസിയായിരുന്നു. യു ഗോട്ട് ഇറ്റ്? യു ഗോട്ട് ദ സെൻസ് നൗ? അവൻ കൂടാരവാസിയായിരുന്നു. വെളിയിലോട്ടവൻ ഇറങ്ങിയിട്ടില്ല, ലോകം അവൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം അവന് തൻ്റെ വീട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പ്രാണരക്ഷാർത്ഥം തൻ്റെ സഹോദരൻ എന്നെ കൊല്ലും എന്ന് പേടിച്ച് അവൻ വീട്ടിൽ നിന്നും ഓടിപ്പോയി. ബി വിത്ത് മീ, ബി വിത്ത് ജേക്കബ്. ജേക്കബിനോട് കൂടെ നിങ്ങളുണ്ടായിരിക്കണം. അങ്ങനെ അവൻ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കുറേ ദൂരം യാത്ര ചെയ്ത് പോയപ്പോൾ ഒരു വിജനമായ സ്ഥലത്തെത്തി. ഞാനതിൻ്റെ ശരിക്കുമുള്ള അർത്ഥത്തിലേക്കാണ് ഞാൻ വരുന്നത്, വാക്കുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. അത് വളരെ വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടെ. സമയം സന്ധ്യയായി. ഒരുപക്ഷെ താമസിക്കുവാൻ അവിടെ സത്രങ്ങളുണ്ടാകാം, ഇല്ലായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. ആരെങ്കിലും വീട്ടിൽ കയറിയിട്ട് എനിക്ക് താമസിക്കുവാനൊരു അവസരം തരുമോ എന്ന് ചോദിക്കാം. അന്നത്തെ രീതികളുണ്ട്. യാക്കോബ് ഇതൊന്നും അറിഞ്ഞുകൂടാ, കാരണം ജീവിതത്തിൽ അവൻ വെളിയിലോട്ടിറങ്ങിയിട്ടില്ല. കൂടാരവാസിയായിരിക്കുന്ന യാക്കോബ്, അവന് സന്ധിയായപ്പോൾ അവനൊരു കാര്യം വരെ, ഉറങ്ങേണ്ട സമയമായി, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആർ യു വിത്ത് മീ? ആർ യു വിത്ത് ജേക്കബ്? അവൻ അതുകൊണ്ട് അവിടെ കണ്ട ഒരു കല്ല് എടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി. അന്ന് രാത്രി അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം നിങ്ങൾക്കറിയാമെങ്കിലും യാക്കോബിനോട് കൂടി യാക്കോബ് കണ്ട സ്വപ്നത്തിലേക്ക് വരിക. അവൻ സ്വപ്നത്തിൽ ഒരു വലിയ ലാഡർ, ഒരു വലിയ ഗോവേണിയെ അവൻ കണ്ടു. അത് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണിയായിരുന്നു. വേറെ രീതി പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ഒരു ഗോവേണിയായിരുന്നു. അവനൊരു സ്വർഗീയ ദർശനമാണ് കണ്ടത്. അതുകൊണ്ട് നമ്മുടെ വ്യാഖ്യാനം ശരിയാണ്. ഈ ഗോവേണി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ഗോവേണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മിന്നിത്തിളങ്ങുന്ന ഒരു ഗോവേണിയാണ്. കൂടാരവാസിയായ യാക്കോബ്, മറക്കല്ലേ, അവൻ്റെ വീടിന് ആദ്യമായിട്ട് വെളിയിലോട്ടിറങ്ങിയ അവൻ വിജനമായ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടെ. സമയം രാത്രിയായി. ഒരു കല്ല് തലേണയെ വെച്ച് അവൻ ആ വിജനമായ സ്ഥലത്ത് കിടന്നുറങ്ങിയ. അപ്പോൾ ഇത് അവനൊരു സ്വപ്നം കാണുന്നു. സ്വർഗീയമായ ഒരു ദർശനം അവൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്നും അവനിലേക്ക് ഇറങ്ങി വരുന്ന മിന്നിത്തിളങ്ങുന്ന ഒരു ഗോവേണി അവൻ സ്വപ്നത്തിൽ കാണുന്നു. ഇത് കഴിയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കും, മറുപടി എനിക്ക് പറയണം. മിന്നിത്തിളങ്ങുന്ന ഒരു ഗോവേണി അവൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അവനിലേക്ക് ഇറങ്ങി വരുന്നു. അതിലൂടെ മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എത്ര ഭയങ്കരമായ ഒരു കാഴ്ചയാണ്! നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആനയെയും പോത്തിനെയും സ്വപ്നം കാണുന്ന പോലല്ല ഈ സംഭവം. അവൻ സ്വർഗീയമായ ദർശനം കാണുകയാണ്. മിന്നിത്തിളങ്ങുന്ന ഗോവേണി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും അതിലൂടെ അതിനേക്കാൾ ജ്വലിക്കുന്ന പ്രകാശത്തിൽ തേജസ്സുള്ളവരായ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭയങ്കരമായ കാഴ്ച അവൻ കണ്ടു. തീർന്നില്ല. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അവിടെ നിന്ന് യഹോവയായ ദൈവം അവനോട് അരുളി ചെയ്തു. അവൻ ഞെട്ടി ഉണർന്നു. ഈ സ്വപ്നം നിങ്ങളാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഞെട്ടി ഉണർന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടി ഉണർന്നാൽ എന്തായിരിക്കും പറയുന്നത്?
അഥവാ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പറയുന്നത് കാര്യങ്ങൾ എത്രമാത്രം സത്യമായിരിക്കാം, എത്രമാത്രം കൃത്യമായിരിക്കാം. ഒരു കാര്യം ശരിയാണ്, നിങ്ങൾ പറയുന്ന കാര്യം സത്യമായിരിക്കും, കൃത്യമായിരിക്കും. പക്ഷേ എന്ത് പറയണമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. യേശുക്രിസ്തു തൻ്റെ കൂടെ തൻ്റെ വിശ്വസ്തരായ 3 ശിഷ്യന്മാരുമായി ഒരു മലമുകളിലേക്ക് കയറിപ്പോയി. ആർ യു വിത്ത് മീ? ഞാൻ ഈ പറഞ്ഞ വാക്കല്ല, ഈ സംഭവത്തിലെല്ലാം നിങ്ങളുണ്ടാകണം. ഈ സംഭവത്തിലെല്ലാം നിങ്ങളുണ്ടാകണം. അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുത്തിയിട്ട് അവൻ അല്പം കൂടെ മുന്നോട്ട് നടന്നു ചെന്ന് അവിടെ അവൻ തേജസ്കരിക്കപ്പെട്ടു. അവനെ കാണുവാൻ ഏലിയാവും മോശയും സ്വർഗത്തിൽ നിന്നും സ്വർഗീയമായ മഹിമയോടെ അവരിറങ്ങി വന്നു. നമ്മുടെ കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി തേജസ്കരിക്കപ്പെട്ട രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി. ശിഷ്യന്മാർ ഇത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ. അടുത്ത വാചകം അവിടെ പറയുന്നതാണ് നമുക്ക് പ്രധാനം. അവരെന്തു പറയുന്നുവെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ യാക്കോബ് കണ്ടതുപോലെയുള്ള ഒരു സ്വപ്നം കണ്ടിട്ട് ഇന്ന് രാത്രി യാക്കോബ് കണ്ടതുപോലെയുള്ള സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ യാക്കോബ് കണ്ടതുപോലെയുള്ള സ്വപ്നമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഈ ശിഷ്യന്മാർ കണ്ടതുപോലെ തേജസ്കരിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞെട്ടി ഉണരുന്ന നിങ്ങൾ അതിനെപ്പറ്റി വളരെ വടിവൊത്ത അക്ഷരത്തിൽ ഭംഗിയായി സാഹിത്യ ഭാഷയിൽ ഒരു വിവരണം നൽകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എത്ര പേർക്കും കഴിയും? ആർക്കും കഴിയത്തില്ല. അവിടെ സാഹിത്യ ഭാഷയൊന്നുമില്ല, വടിവൊത്ത അക്ഷരങ്ങളില്ല. അവിടെ എന്ത് പറയേണ്ടതെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. എന്ത് പറയണമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാതെ വരും. എന്തൊക്കെയോ നമ്മൾ പറയും. പക്ഷെ പറയുന്നത് എന്തായിരിക്കും? കൃത്യമായ സത്യമായ കാര്യങ്ങളായിരിക്കും. ഏത് വാക്കുപയോഗിക്കണം, എങ്ങനെ പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പറയുന്നത് എന്തായിരിക്കും? സത്യമായിരിക്കും. യാക്കോബ് പറഞ്ഞ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 28:16-17 വാക്യങ്ങൾ. ആദ്യം 16 വായിക്കാം നമുക്ക്. മതി. അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. വെയിറ്റ് എ മിനിറ്റ്. ഒരു ചോദ്യം യാക്കോബോട് ചോദിക്കാറുണ്ട്. യാക്കോബേ, ഞങ്ങളുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. എനി ഡൗട്ട് അബൌട്ട് ദാറ്റ്? ഞങ്ങളുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. അത് ഈ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്. അത് ബേർശബയിലുണ്ട്, നീ പോകാൻ പോകുന്ന പദൻ അരാമിലുമുണ്ട്. ഞങ്ങളുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ഓംനി പ്രസന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം താഴെ സൂപ്പർ മാർക്കറ്റിലുണ്ട്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകത്തിലെല്ലായിടത്തുമുണ്ട്. ഒരു നിരീശ്വരവാദി നിന്നുകൊണ്ട് ദൈവം ഇല്ല എന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെയും എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സർവ്വവ്യാപിയായ ദൈവം. എനി ഡിസഗ്രിമെന്റ്? നത്തിങ്. ദൈവം എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ്. അങ്ങനെ ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ യാക്കോബ് എന്തിനാണ് പറഞ്ഞത്? യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. യാക്കോബേ, യഹോവ ഈ സ്ഥലത്ത് മാത്രമല്ല, യഹോവ എല്ലാ സ്ഥലത്തുമുണ്ട്. അത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ യാക്കോബ് പറഞ്ഞതിനകത്ത് എന്തോ ഒരു ആത്മീയമായ മർമ്മമുണ്ട്. റെഡി? അപ്പോൾ യാക്കോബ് പറഞ്ഞതിനകത്ത് എന്തോ ഒരു ആത്മീയമായ മർമ്മമുണ്ട്. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് കാണണം. കണക്റ്റായിട്ടിരിക്കണേ, ഡിസ്കണക്റ്റായി പോകരുത്.
എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. ഈ മോശയെ കുറിച്ചാണ് ദൈവം തന്നെ പറഞ്ഞത്, ഞാൻ മുഖാമുഖമായി അഭിമുഖമായി സംസാരിച്ച വേറെ ഒരു ദൈവദാസനുമില്ല. മറ്റു പ്രവാചകന്മാരിലൂടെ ഞാൻ വെളിപ്പാടുകളിലൂടെ സംസാരിക്കുമ്പോൾ മോശയോട് ഞാൻ സംസാരിച്ചത് അഭിമുഖമായിട്ടാണ്. അവ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്റെ തേജസ് ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് നിന്റെ തേജസ് കാണണം. യു ഗോട്ട് ഇറ്റ്? എന്താ മോശ ചോദിച്ചെന്ന് മനസ്സിലായല്ലോ? അവ ദൈവത്തെ അഭിമുഖമായി കണ്ട് സംസാരിച്ച മോശ പോലും കാണാത്ത ഒരു ദൈവ തേജസ് ദൈവത്തിന് ഉണ്ട്. അത് എനിക്കൊന്ന് കാണണം. അതാണ് മോശ പറഞ്ഞത്. എന്നോട് ചേർന്ന് യാത്ര ചെയ്യണേ. ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് ആരും ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. കാരണം പാപിയായ മനുഷ്യന് എന്നെ കണ്ടതിന് ശേഷം ജീവിച്ചിരിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ എന്നെ സാന്നിധ്യത്തിൽ അവർക്ക് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അതായത് കുറച്ചുകൂടെ ശരി. അപ്പൊ എൻ്റെ തേജസ് നീ പൂർണ്ണമായി കാണണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്, ദൈവം നിഷേധിച്ചില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പാപിയായ ഒരു മനുഷ്യനും എൻ്റെ സമ്പൂർണമായ തേജസ്സിന് മുമ്പാകെ നിൽക്കാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു പാറയുടെ ഇടിവിൽ ആക്കാം. ഓക്കെ, ശ്രദ്ധയോടെ ഇരിക്കണേ. ഈ സംഭവത്തിലെല്ലാം നിങ്ങളുടെ മനസ്സുണ്ടായിരിക്കണം. ഈ ഇരിക്കുന്ന സ്ഥലമെല്ലാം നിങ്ങൾ മറക്കുക. ഞാൻ നിന്നെ ഒരു പാറയുടെ ഇടിവിലാക്കാം, എന്നിട്ട് ഞാൻ ഇതുവഴി കടന്നു പോകും. നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയല്ല, ഞാൻ ഈ വഴി കടന്നു പോകും. അപ്പോൾ എൻ്റെ മുഖം നീ കാണാതെ വണ്ണം ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. Do you remember that? എന്നിട്ട് ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ എൻ്റെ പിറകുവശം ബാക്ക് അത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അനർത്ഥം, എൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണമായ സമ്പൂർണമായ എൻ്റെ തേജസ് കാണുവാൻ നിനക്ക് കഴിയത്തില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം മാത്രമേ മോശേ നിനക്ക് കാണുവാൻ കഴിയൂ. സമ്പൂർണമായ എൻ്റെ തേജസ് കണ്ട ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. മുഖാമുഖം ദൈവം മോശയോട് സംസാരിച്ചു. ആ ദൈവത്തിൻ്റെ തേജസ് കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ തേജസ്സിന് പല അളവുകളുണ്ട്, പല നിലവാരമുണ്ട്. എൻ്റെ മുഖം സമ്പൂർണമായ എൻ്റെ തേജസ്സിനെ കാണിക്കുന്നു. എൻ്റെ പിറകുവശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്ന എൻ്റെ തേജസ്സിൻ്റെ ഏറ്റവും വലിയ അളവിനെയും കാണിക്കുന്നു. ഇത് മാത്രമേ നിനക്ക് കാണാൻ കഴിയൂ. എൻ്റെ പിറകുവശം മാത്രമേ കാണാൻ കഴിയൂ. എൻ്റെ തേജസ്സിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ നിനക്ക് കാണുവാൻ കഴിയൂ. നിങ്ങളിവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ തേജസ്സിന് വ്യത്യസ്തമായ നിലങ്ങളും വ്യത്യസ്തമായ അളവുകളുമുണ്ട്. വ്യത്യസ്തമായ തേജസ് ഉണ്ടെന്നല്ല, ദൈവത്തിൻ്റെ തേജസ്, ദൈവം ആത്മീയ ജീവിയാണ്, അവൻ ആത്മാവാകുന്നു, നമ്മുടെ കൂട്ടുള്ള ജീവിയല്ല ദൈവം എന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിന് വ്യത്യസ്തമായ അളവുകളും വ്യത്യസ്തമായ തലങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ തലം മാത്രമേ നിങ്ങൾക്കും എനിക്കും കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങേറ്റം പോയാൽ പ്രൈസ് ദി ലോർഡ്, അവിടെ വരെ പോലും നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഇനി യാക്കോബിലേക്ക് തിരിച്ചു വന്നൊക്കെ യാക്കോബ് പറയുന്നു, ഈ സ്ഥലത്ത് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം എന്ന് പറയുമ്പോൾ യാക്കോബ് ഉദ്ദേശിച്ചത് എന്താണ്? സർവവ്യാപിയായ ദൈവത്തിൻ്റെ സർവ്വവ്യാപനത്തെ കുറിച്ചല്ല യാക്കോബ് പറഞ്ഞത്. അവൻ്റെ സവിശേഷമായ ഒരു സാന്നിധ്യം അത് ഈ സ്ഥലത്തുണ്ട്. പാസ്റ്റർ പറഞ്ഞ കറക്റ്റ് വാക്ക് പറഞ്ഞു, ദ മാനിഫെസ്റ്റഡ് പ്രസൻസ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് തന്നെ പല അളവുകളുണ്ട്. ആരാധനയ്ക്ക് പല അളവുകളുണ്ട്.
ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പല അളവുകളുണ്ട്. സാധാരണയുള്ള അളവെന്ന് പറയുന്നത് അവൻ്റെ ഒമ്നി പ്രസൻസ് ആണ്. ഇവിടെയും ഒമ്നി പ്രസൻസ് ഉണ്ട്, താഴെ സൂപ്പർ മാർക്കറ്റ് ഒമ്നി പ്രസൻസ് ഉണ്ട്. നിരീശ്വരവാദി നിന്നുകൊണ്ട് ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നിടത്തും ദൈവത്തിൻ്റെ ഒമ്നി പ്രസൻസ് ഉണ്ട്. അതിനെക്കുറിച്ചല്ല യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് അതിവിടെ ഉണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല. എത്ര പേർ ഇന്ന് പകൽക്കാലം ഈ മാനിഫെസ്റ്റഡ് പ്രസൻസ് അനുഭവിച്ചു? കര ഉയർത്തിയത് കൊള്ളാം. ഇനി ഞാൻ പറയുന്നത് കൂടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് അതിനെക്കുറിച്ചാണ് യാക്കോബ് പറഞ്ഞത്. ദൈവവും ഈ സ്ഥലത്തുണ്ട്, ഞാനോ അറിഞ്ഞില്ല. എന്നിട്ട് ഈ മാനിഫെസ്റ്റഡ് പ്രസൻസ് എന്താണ്? ഈ മാനിഫെസ്റ്റഡ് പ്രസൻസിനെ കുറിച്ച് എന്ത് പറയാൻ എനിക്ക് കഴിയും? യാക്കോബ് സ്വപ്നം കണ്ട കാര്യം മറന്നു പോകരുത്, ഡിസ്കണക്റ്റ് ആയി പോകരുത്. സ്വപ്നം കണ്ട് എഴുന്നേറ്റവനാണ് ഇതൊക്കെ പറയുന്നത്. യഹോവയുടെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഇവിടെയുണ്ട്. സാധാരണ പ്രസൻസ് അല്ല, സവിശേഷമായ അസാധാരണമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്നിട്ട് യാക്കോബ് ആ സാന്നിധ്യം എന്താണെന്ന് പറയുകയാണ്. അടുത്ത വാക്യം വായിക്കാം നമുക്ക്. അടുത്ത വാക്യം, അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം. എന്താ വാക്കിൻ്റെ അർത്ഥം? എത്ര ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം. അതിന് യോജിച്ചൊരു വാക്കെൻ്റെ കയ്യിലില്ല എടുക്കാൻ. ഇതിനെ വിവരിക്കാൻ കഴിയുന്നൊരു വാക്കെൻ്റെ കയ്യിലില്ല. ഒരുപക്ഷെ യാക്കോബിനോട് ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ യാക്കോബ് മനോഹരമായ ഒരു എസ്സേ പോലെ ഇതെല്ലാം പറയണം, സാഹിത്യ ഭാഷയൊക്കെ ചേർത്ത് മനോഹരമായി യാക്കോബ് പറഞ്ഞേനെ. പഴയ സ്വപ്നം കണ്ട് ഞെട്ടിയോടുന്ന യാക്കോബാണ്. അതിഭയങ്കരമായ സ്വപ്നം കണ്ട് ഞെട്ടിയോടുന്ന യാക്കോബ് പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായ സാന്നിധ്യമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായ സാന്നിധ്യമാണ്. ഉറക്കെ പറഞ്ഞാട്ടെ. ഇറ്റ് ഈസ് ആൻ ഓസം പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായ സാന്നിധ്യമാണ്. കോറം ഡയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ഇപ്പോഴും എവിടെയും ആയിരിക്കുക എന്ന് പറയണം. കോറം ഡയോ എന്ന് പറഞ്ഞാൽ ഒമ്നി പ്രസൻസിൽ ഇപ്പോഴും ആയിരിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തിലെ സകല മനുഷ്യരും ഒമ്നി പ്രസൻസിൽ അവൻ്റെ സാധാരണയുള്ള സാന്നിധ്യത്തിലാണ്. ദൈവം എല്ലായിടവും സർവ്വവ്യാപിയാണ്. നിരീശ്വരവാദിയും നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, ഒമ്നി പ്രസൻസിലാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒമ്നി പ്രസൻസിൽ നിൽക്കാനല്ല, അവൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസിൽ നിൽക്കുവാനാണ്. എപ്പോഴാണ്? ആരാധിക്കാൻ ഇവിടെ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എവിടെയെല്ലാം നിങ്ങളായിരിക്കുന്നുവോ അവൻ്റെ ഭയങ്കരമായ സാന്നിധ്യത്തിൽ നിൽക്കുവാനാണ് ദൈവം നിങ്ങളെക്കുറിച്ചാക്കി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉറക്കെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ ഭയങ്കരമായ സാന്നിധ്യം എന്തെന്ന് മനസ്സിലവർ ഓർത്തോണം. നിങ്ങൾ ഇന്ന് താഴോട്ടിറങ്ങി പോകുമ്പോഴും ഈ ഭയങ്കരമായ സാന്നിധ്യത്തിലാണ്. സാധാരണ സാന്നിധ്യത്തിലല്ല, ഭയങ്കരമായ സാന്നിധ്യത്തിലാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോഴും ഓർത്തോണം, നിങ്ങൾ സാധാരണ സാന്നിധ്യത്തിലല്ല. അതെല്ലാവരും എവിടെയാണ്, പക്ഷെ നിങ്ങളായിരിക്കുന്നത് എവിടെയാണ്? ഇൻ ദ മാനിഫെസ്റ്റഡ് പ്രസൻസിലാണ്. ഓക്കെ, ഈ മാനിഫെസ്റ്റഡ് പ്രസൻസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്താം. എന്താണ് ഈ മാനിഫെസ്റ്റഡ് പ്രസൻസിൻ്റെ പ്രത്യേകത? 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു വാക്യം വായിക്കാം, 1 തിമോത്തിയോസ് 6:15-16 വാക്യങ്ങൾ. നമുക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, അവിടെ യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ ആണ് വസിക്കുന്നത്. മറക്കല്ല ഈ വാക്യങ്ങളൊന്നും. ഇന്നത്തേക്ക് വേണ്ടിയെങ്കിലും ഒന്നും മറക്കരുത്. 1 മണിക്കൂർ നേരത്തെങ്കിലും, ഇനി 1 മണിക്കൂറില്ല, ഇനി കുറച്ച് മിനിറ്റേ ഉള്ളൂ, അത്രയും സമയത്തെങ്കിലും മറക്കല്ലേ. അവൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത
വെളിച്ചമാണ് അവൻ്റെ സാന്നിധ്യം. അടുത്ത വാക്യം കൂടെ വായിക്കാം നമുക്ക്. മനുഷ്യനാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്, അതാണ് അവൻ്റെ സാന്നിധ്യം. ഞാൻ ആ വാക്യം അവിടെ വായിച്ചിട്ട് വിടുന്നു. മറ്റൊരു വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഏലിയാവിൻ്റെ ചരിത്രം നമുക്കറിയാം. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ 450 ബാലിൻ്റെ പ്രവാചകന്മാരെ ഞാൻ വെട്ടിക്കൊന്നതിന് ശേഷം, ബാക്കി ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ ഞാൻ കഴിക്കുവാൻ കാളയെ കൊണ്ടുവന്നു, ഞാൻ കഴിച്ചു, അങ്ങനെ ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വചനം പറയുന്നതനുസരിച്ച് 450 ബാലിൻ്റെ പ്രവാചകന്മാരെ ഞാൻ വെട്ടിക്കൊന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയമായ ഉണർവോടെ സംഭവിച്ചു. ഏറ്റവും വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. ഏറ്റവും ഒരു സ്പെക്ടക്കുലർ ആയിട്ടുള്ളൊരു മിറക്കിൾ, അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. സ്പെക്ടക്കുലർ ആയിട്ടുള്ള, കാഴ്ചയ്ക്ക് വലിയ വലുപ്പമുള്ള ഭയങ്കരമായ ഒരു അത്ഭുതം അവിടെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ വിവരം പറഞ്ഞ ഇസബേൽ പറഞ്ഞു, 24 മണിക്കൂർ നാളെ ഈ നേരത്തിന് ആവുന്നതിന് മുമ്പേ, മീൻസ് 24 hours, ഈ ബാലിൻ്റെ പ്രവാചകന്മാരെ നീ വെട്ടിക്കൊന്നു, അവരിൽ ഒരുത്തനെ പോലെ ഞാൻ നിന്നെ ആക്കുമെന്ന്, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. ഏലിയാവ് ഭയചകിതനായി അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ചരിത്രങ്ങൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് പറയുന്നില്ല, നമുക്കറിയാവുന്ന ചരിത്രമാണ്. അവിടെ ഒരു ദൂതൻ അവനെ കണ്ടു. ഒരു ദൂതൻ അവനെ ഒരടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. അത് കുടിച്ചിട്ട് അവൻ വീണ്ടും മുന്നോട്ട് പോയി. അവൻ ഹോരേബ് പർവ്വതത്തോളം അവനെ എത്തിച്ചേർന്നു. അവൻ ഹോരേബ് പർവ്വതത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവൻ അവിടെ ഒരു ഗുഹയിൽ കയറി അവൻ താമസിച്ചു. അവൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. അവൻ മരിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം, ഞാൻ ശുശ്രൂഷയൊക്കെ ചെയ്തു, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി ഇതിനെക്കാട്ടും വലിയ കാര്യമൊന്നും ചെയ്യാനായിട്ട് ഇല്ല. അവിടെ എൻ്റെ ശുശ്രൂഷ കാലഘട്ടം അവസാനിച്ചു എന്ന് അവൻ തന്നെ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. അവൻ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ച് അവൻ ഭയചകിതനായി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഇരിക്കുമ്പോൾ ഗുഹയ്ക്ക് വെളിയിൽ അവൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു. ശബ്ദം ഇതാണ് പറഞ്ഞത്. നമുക്ക് വാക്യം വായിക്കാം. ഇനി 1 രാജാക്കന്മാർ 19:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. ഇത് നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ പുറത്ത് വരിക, യഹോവയുടെ മുമ്പാകെ നിൽക്കുക. നിങ്ങളായിരിക്കുന്ന ഈ സർവ്വസാധാരണമായ ഒമ്നി പ്രസൻസ് ഉണ്ടല്ലോ, അത് മതിയെന്ന് ചിന്തിച്ചിരിക്കാതെ പുറത്തു വരിക, യഹോവയുടെ മുമ്പാകെ നിൽക്കുക. അത്ര എളുപ്പമല്ല യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് ദൈവം പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത് യഹോവ കടന്നു പോകുന്നു. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, താൻ ഭയചകിതനായി മരിക്കാൻ ആഗ്രഹിച്ചൊരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ യഹോവയായ ദൈവം പ്രത്യക്ഷമായിട്ട് പറയാണ്, നീ പർവ്വതത്തിന് മുകളിൽ വന്ന് എൻ്റെ സന്നിധിയിൽ നിൽക്കണം. എൻ്റെ മുമ്പാകെ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മൂലഭാഷയിൽ പഠിച്ചാൽ എൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കണം. എന്താണ് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുക എന്നുള്ളത്? ഇനി നമ്മൾ നോക്കാൻ പോണ യഹോവയുടെ സന്നിധി എന്താണെന്ന്. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ഏലിയാവ് നിൽക്കേണ്ട യഹോവയുടെ സന്നിധിയാണ്. ഏലിയാവ് നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു എന്നുള്ള ഓർക്കണം. വലിയ സ്പെഷ്യലായിട്ടൊരു ആളായിരുന്നില്ല, നമ്മളെപ്പോഴും മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുക. ഗുഹയുടെ വാതിൽക്കലേക്ക് വന്നപ്പോൾ ഇതാ യഹോവ, ആർ യു വിത്ത് മീ, ആർ യു വിത്ത് ഏലിയാജ? ഇതാ യഹോവ കടന്നു പോകുന്നു. പിന്നെ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുന്നിൽ കടന്നുപോയി. അത് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എത്ര ഭയങ്കരമാണ് അവൻ്റെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൽ നിൽക്കാനാണ് ഏലിയാവേ നീ പുറത്തു വാ. എത്ര പേരിറങ്ങി പുറപ്പെടും? എത്ര പേര് മുന്നോട്ട് വരും? പർവ്വതങ്ങളെ കീറി മുറിക്കുന്ന, പാറകളെ തകർത്ത് കളയുന്ന യഹോവയുടെ സാന്നിധ്യം, വലിയ കൊടുങ്കാറ്റ് പോലെ കടന്നു പോകുന്ന യഹോവയുടെ സാന്നിധ്യം, അവിടേക്ക് ഇറങ്ങി വരാനാണ് ഏലിയാവിനെ വിളിച്ചത്. വീണ്ടും വായിക്കാം നമുക്ക്. ഓക്കെ, അത് തീർന്നില്ല. വീണ്ടും അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. ഓക്കെ, വായിച്ചോളൂ. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി, അതിലും യഹോവ ഇല്ലായിരുന്നു. ആയിക്കോട്ടെ.
ഓക്കെ, മതി 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 നോക്കിയേ. യഹോവയുടെ സാന്നിധ്യം ഏലിയാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. യഹോവയുടെ സാന്നിധ്യം മാനിഫെസ്റ്റഡ് പ്രസൻസ് ആണ്, ഒമ്നി പ്രസൻസ് അല്ല. മാനിഫെസ്റ്റഡ് പ്രസൻസ് പ്രത്യക്ഷപ്പെടുകയാണ്. മാനിഫെസ്റ്റഡ് പ്രസൻസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന് മുമ്പാകെ പർവ്വതങ്ങൾ കീറി, പാറകൾ തകർന്നു, വലിയ കൊടുങ്കാറ്റുണ്ടായി, ഭൂകമ്പമുണ്ടായി, വലിയ തീ അതിലൂടെ കടന്നുപോയി. ഇതിൻ്റെ മധ്യത്തിൽ ഏലിയാവ് ഇറങ്ങി വരികയാണ്. ആരെ കാണാനാണ്? യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ. എങ്ങനെയാണ് അവൻ മുന്നോട്ട് കടന്നു വന്നത്? അവൻ തൻ്റെ പുതപ്പെടുത്ത് തൻ്റെ മുഖം മൂടി. എങ്ങനെ നിങ്ങൾക്ക് ഈ വലിയ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുവാൻ കഴിയും? ഈ ദൈവസാന്നിധ്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചിട്ട്, നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിളിക്കുന്ന ഈ ദൈവസാന്നിധ്യത്തിലേക്ക് വരാനാണ്. എങ്ങനെ നിങ്ങൾക്ക് ദൈവസാന്നിധ്യത്തിൽ നിൽക്കുവാൻ കഴിയും? ഏലിയാവ് തൻ്റെ പുതപ്പ് കൊണ്ട് തൻ്റെ മുഖം മൂടി. ഏലിയാവിൻ്റെ പുതപ്പെന്ന് പറഞ്ഞ് രാത്രി കിടക്കാൻ നേരം പുതച്ച പുതപ്പല്ല, ഇത് പ്രവാചകൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. അത് പറഞ്ഞാട്ടെ, പ്രവാചക അഭിഷേകത്തിൻ്റെ പുതപ്പ്, പ്രവാചകൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ്. 3 പ്രാവശ്യമാണ് നമ്മൾ ഈ പുതപ്പിനെ കുറിച്ച് കാണുന്നത്. ഒന്ന് നമ്മൾ കണ്ട ഈ സ്ഥലത്താണ്. രണ്ടാമത് നമ്മൾ പുതപ്പിനെ കുറിച്ച് കാണുന്നത് ഏലീശയെ കണ്ടപ്പോൾ അവൻ തൻ്റെ പുതപ്പെടുത്ത് ഏലീശയുടെ മേലിട്ടു, തൻ്റെ അഭിഷേകം ഏലീശയുടെ മേൽ പകർന്നു. അവൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഇതേ പുതപ്പ് താഴേക്ക് വീണു വിട്ടി, അത് ഏലീശ എടുത്തു. അതവൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. ദൈവസന്നിധിയിലേക്ക് നിൽക്കുവാൻ പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ അതിഭയങ്കരമായ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ പറഞ്ഞപ്പോൾ ഏലിയാവിന് ഒരു കാര്യം അറിയാം: എനിക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ട് കഴിയത്തില്ല. ദൈവസന്നിധിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് വേണം? അഭിഷേകത്തിൻ്റെ പുതപ്പ് എനിക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുഖം കണ്ടിട്ട്, എൻ്റെ തേജസ് കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. അവൻ്റെ തേജസ് കാണുവാൻ, ഇറങ്ങി പുറപ്പെടാൻ, അവൻ്റെ സാന്നിധ്യത്തിൽ ഇറങ്ങി പുറപ്പെടാൻ, അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാനും പിന്നെയും ജീവിച്ചിരിക്കുവാനും നമുക്കൊരു മാർഗമുണ്ട്. അത് അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അഭിഷേകത്തിൻ്റെ പുതപ്പ് കൊണ്ട് തൻ്റെ മുഖം മൂടി ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അതിഭയങ്കരമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയും? 24 മണിക്കൂറും 7 ദിവസവും എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? അഭിഷേകത്തിൻ്റെ പുതപ്പ് കൊണ്ട് നിങ്ങളുടെ മുഖം മൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഒറ്റ സംഭവം കൂടെ പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ, ഇതോടെ പറഞ്ഞിട്ട് നിർത്തുക. യെശയ്യാ പ്രവാചകൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര ഭയങ്കരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ ഭയങ്കരമായ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നതാണ് കോറം ഡേയോ, എപ്പോഴും ജീവിക്കുന്നതാണ്. യെശയ്യാവ് 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഓക്കെ, യെശയ്യാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മൾ യാക്കോബിനെ വിടുന്നു, ഏലിയാവിനെ വിടുന്നു, നമ്മൾ യെശയ്യാവിനോടൊപ്പം. യെശയ്യാവ് കണ്ട ദർശനം കാണുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ യെശയ്യാവിന് കൂടെ ദർശനം കാണുകയാണ്. യെശയ്യാവിൻ്റെ കൂടെ വേണം ഇത് പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവുകയാണ്. യെശയ്യാവിനോട് കൂടെ ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, നിങ്ങളൊക്കെ ഭയങ്കര അഭിഷേകമുള്ളവരാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമുണ്ടായി. അടുത്ത വാചകം പറയുന്നു, ആ ശബ്ദം ആ വീട് മുഴുവൻ നിറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം?
ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് ഉറക്കെ സംസാരിച്ച് നോക്കണം. വീട് മുഴുവൻ നിറഞ്ഞോ എന്ന് നോക്കണം. നിറഞ്ഞില്ല. ഇച്ചൂടെ ഉറക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം. വീട് മുഴുവൻ നിറഞ്ഞോ? നിറഞ്ഞില്ല. നിങ്ങൾ എൻ്റെ കൂട്ടർ മയക്കി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ സംസാരിച്ച് നോക്കണം. വീട് മുഴുവൻ നിറഞ്ഞോ? നിറഞ്ഞില്ല. ആ ശബ്ദം വീട് മുഴുവൻ നിറഞ്ഞു എന്ന് പറയുമ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദം. ഈ ഭിത്തികളും എല്ലാം, വീടിൻ്റെ ഭിത്തികളെല്ലാം അങ്ങനെ തകർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നിക്കത്തക്കവണ്ണമുള്ള, ഇതിനിൽ ഒന്നും കൊള്ളത്തില്ല, ഈ വീടിനുള്ളിൽ ഒരാൾ പോലും ഇതിനൊക്കെ കയറാൻ കഴിയത്തില്ല, ഒരു വായു പോലും ഇതിനൊക്കെ കയറാൻ കഴിയത്തില്ല, ഇത് തോന്നിക്കത്തക്കവണ്ണമുള്ള ഒരു നിറവാണ് ആ ശബ്ദത്തിൻ്റെ നിറവെന്ന് പറയുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് മന്ദിരത്തെ നിറച്ചു. എന്താ മന്ദിരം എന്ന് പറഞ്ഞാൽ? ആലയമാകാം. മന്ദിരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു കെട്ടിടം എന്നാണ്. വലിയൊരു കൊട്ടാരം. വലിയൊരു കൊട്ടാരം. ഈ വലിയൊരു കൊട്ടാരം നിറയെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് നിറച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയേ. എത്ര ഭയങ്കരമായ ഒരു കാഴ്ചയാണ് യെശയ്യാവ് കാണുന്നത്. ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം, അതിലൊരുവനിരിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഹിഞ്ചസ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഹിഞ്ചസ് ഈ വലിയ കൊട്ടാരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ വലിയ ദർശനം നമുക്കിന്ന് കാണാൻ കഴിയുന്ന യെശയ്യാവ് അതിനെ കണ്ടു. വീണ്ടും വായിക്കാം നമുക്ക്. ഓക്കെ, സാറാഫുകൾ വളരെ പ്രത്യേകമായ ദൂതന്മാരാണ്. ദൈവത്തെ ആരാധിക്കുവാനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരാണ്. നമ്മളെ കാണാൻ സാറാഫുകൾ വരാറില്ല. നമുക്ക് ദൂത് തരുവാൻ സാറാഫുകൾ വരാറില്ല. മറ്റൊരു ദൗത്യവും സാറാഫുകൾക്കില്ല. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരാണ് സാറാഫുകൾ. എന്തിനാണ് നമുക്ക് 2 കണ്ണും 2 കാലും 2 കൈയുമൊക്കെ ദൈവം തന്നത്? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആത്മീയമായ അർത്ഥമല്ല പറഞ്ഞത്. നിങ്ങൾ വലിയ വിശുദ്ധരായിട്ട് ദൈവത്തെ ആരാധിക്കാനാണ് ആ സെൻസ് അല്ല ഞാൻ ചോദിച്ചത്. അതൊക്കെ എനിക്കറിയാം. നിങ്ങളതിനു വേണ്ടിയാണ് കൈ ഉപയോഗിക്കുന്നത് അറിയാം. വേറെ ഒന്നിനു വേണ്ടിയും കൈ ഉപയോഗിക്കാറില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത് എവിടെയാണോ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയത്തക്കവണ്ണമാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ നിങ്ങൾ നോക്കിയേ, പക്ഷികളെ നിങ്ങൾ നോക്കിയേ, അവർ ഏത് ആവാസ വ്യവസ്ഥയിലാണ്, ഏത് എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്, അതനുസരിച്ചാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത് അതനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചത്. സാറാഫുകളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ എവിടെയാണോ അവർ നിൽക്കേണ്ടത്, എന്താണോ അവർ ജോലി, അതനുസരിച്ചാണ് സാറാഫുകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവികളായി, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്ന ജീവികളായി ദൈവം സൃഷ്ടിച്ചവരാണ് സാറാഫുകൾ. ഈ സാറാഫുകൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. വായിക്കാം നമുക്ക് വീണ്ടും. ഓക്കെ, ഓരോരുത്തരും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സാറാഫുകളെ ദൈവം സൃഷ്ടിച്ചു തന്നെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചത്. അവർക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? 2 കൊണ്ട് മുഖം മൂടി മതി. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി എന്ന് പറയുമ്പോൾ ആ ചിറകുകൾ കൊണ്ട് അവർ തൻ്റെ ശരീരത്തെ മറച്ചു. സാറാഫുകളെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളെ സൃഷ്ടിച്ചത് ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ? ദൈവസ്ഥനിൽ നിൽക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തേജസ്സിന് അടുത്ത് നിൽക്കാൻ വേണ്ടിയല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ചിറവ് കൊണ്ട് നിങ്ങളുടെ ശരീരം മൂടുന്നത്? സാറാഫുകൾ പറയും, ഞങ്ങൾക്ക് പോലും ഈ ദൈവസാന്നിധ്യത്തിൽ ശരീരം മൂടാതെ, കണ്ണുകൾ മൂടാതെ, മുഖം മൂടാതെ ഞങ്ങൾക്ക് പോലും നിൽക്കാൻ കഴിയത്തില്ല. അത്ര ഭയങ്കരമായ സാന്നിധ്യമാണ് ദൈവസാന്നിധ്യം.
പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് കാണുന്ന വലിയ ദർശനം, അതിഭയങ്കരമായ ദൈവസ്ഥലം. ഞാൻ നിർത്താനായിട്ട് പോവുകയാണ്. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് സാറാഫുകൾ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ദൈവം പരിശുദ്ധനല്ലാത്തത് കൊണ്ടാണോ? ഇവർ പരിശുദ്ധൻ പറയണമെന്നുള്ളത് കൊണ്ടാണോ? അതോ ചില ഉപദേശിമാർ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ ദൈവത്തിന് കൊതിയുള്ളത് കൊണ്ടാണോ? ദൈവത്തിന് കൊതിയൊന്നുമില്ല, അവൻ പരിശുദ്ധനാണ്. സാറാഫുകൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൻ പരിശുദ്ധനാണ്. അവൻ്റെ വിശുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാറാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ തേജസ്സിൽ നിൽക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ല. അവനെ സ്തുതിക്കുകയല്ലാതെ, അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയല്ലാതെ, അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയല്ലാതെ, അവൻ്റെ അതിഭയങ്കരമായ തേജസ്സിനെക്കുറിച്ച് സംസാരിക്കുകയല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല. മറ്റൊരു വാക്ക് ഉപയോഗിക്കുവാനായിട്ടില്ല. മറ്റൊരു ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. അവരുടെ നാവ് വേറൊന്നും പറയുവാൻ ഉയരുന്നില്ല. അവർക്ക് ആ പറയാൻ കഴിയുന്ന ഏകവാചകം ഇത് മാത്രമേ ഉള്ളൂ: യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യാക്കോബ് പറഞ്ഞതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. അത് ഭയങ്കരമാണ്. മറ്റൊന്നും പറയാൻ എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. ഇതാണ് ദൈവത്തിൻ്റെ അതിഭയങ്കരമായ സാന്നിധ്യം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിച്ചോളൂ, തുറന്ന് വായിച്ചോളൂ. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഈ വലിയ മന്ദിരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ആലയം പുകകൊണ്ട് മൂടി. എത്ര ഭയങ്കരമായ ദർശനമാണ് ഈ യെശയ്യാവ് കണ്ടത്. എന്താ യെശയ്യാവ് കണ്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ ദർശനമാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിർത്തട്ടെ ഞാൻ. കോറം ഡെയോ എന്ന് പറഞ്ഞാൽ എന്താ? കോറം ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ, ദൈവനാമ മഹത്വത്തിനായിട്ട് എല്ലായ്പ്പോഴും എവിടെയും ഒരളവിലും വേർതിരിവില്ലാതെ ആയിരിക്കുന്നതിനെയാണ് കോറം ഡെയോ എന്ന് പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത? അത് ഒമ്നിപ്രസൻസ് അല്ല, അത് ഒമ്നിപ്രസൻസ് അല്ല. നമ്മളെ സംബന്ധിച്ചോളമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അവൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ആണ്.